നിപ്പയിൽ ആശ്വാസമായി രോഗലക്ഷണമുള്ള 3 കുട്ടികളുടെ പ്രാഥമിക പരിശോധനാ ഫലം നെഗറ്റീവ്. നിപ്പ ബാധിച്ച യുവതിയുമായി നേരിട്ട് സമ്പർക്കമുണ്ടായ കുട്ടികളാണിവർ. ഗുരുതരാവസ്ഥയിൽ തുടരുന്ന യുവതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സമ്പർക്ക പട്ടികയിലുള്ള മറ്റാർക്കും രോഗലക്ഷണങ്ങളില്ല. 110 പേർ നിലവിൽ നിരീക്ഷണത്തിലുണ്ട്. സലാം മുഹമ്മദ് വിശദാംശങ്ങൾ നൽകും. സലാം, ഈ നിമിഷം നമ്മുടെ മുന്നിൽ അല്പം ആശ്വാസ വാർത്തകളാണുള്ളത്. ആ 3 കുട്ടികളും നെഗറ്റീവാണ്. ഒപ്പം സമ്പർക്ക പട്ടികയിലുള്ള മറ്റാർക്കും രോഗലക്ഷണങ്ങളുമില്ല. എങ്കിൽ കൂടിയും ജാഗ്രത തുടരണം എന്നുള്ളത് തന്നെയാണ് പുതിയ നിർദ്ദേശം. എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? സൈഫുദ്ദീൻ, അവസാനമായി പുറത്തു വന്ന ഫലം കൂടി നെഗറ്റീവ് ആയതോടെ നിപ്പ ആശങ്ക മാറുന്നു എന്ന് വേണം പറയാൻ. ആ രീതിയിൽ ഇപ്പോൾ നിലവിൽ അവസാനമായി പുറപ്പെടുവിച്ച സമ്പർക്ക പട്ടികയിൽ 425 പേരാണുള്ളത്. ഇതിൽ മലപ്പുറത്തു നിന്നും 228 പേരും, പാലക്കാട് 110, കോഴിക്കോട് 87 ആളാണുള്ളത്. ഇതിൽ കോഴിക്കോട് നിന്നുള്ള 87 പേരും ആരോഗ്യ പ്രവർത്തകരാണ്. അങ്ങനെയാണ് ഇപ്പോൾ സമ്പർക്ക പട്ടിക ഉള്ളത്. ഇതിൽ 12 പേരാണ് മലപ്പുറം ജില്ലയിൽ ചികിത്സയിലുള്ളത്. 5 പേർ ICUയിലാണ്. ഇതിൽ സമ്പർക്ക പട്ടികയിലുള്ള ഒരാളുടെ ഫലം കൂടി നെഗറ്റീവ് ആയതോടുകൂടി ആശങ്ക അകലുന്നു എന്ന് വേണം പറയാൻ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പാലക്കാട് നിലവിൽ ഒരാൾ ഐസൊലേഷനിൽ കഴിയുന്നുണ്ട്. ആ രീതിയിൽ ഒരു ആശങ്ക, അല്ലെങ്കിൽ ആ രീതിയിലൊരു ആശങ്ക മാത്രമാണ് അവസാനമായി നിലനിൽക്കുന്നത്. ഇപ്പോൾ അവസാനമായി ഉന്നതതല സമിതി യോഗം, മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. പ്രധാനമായും ഈ നിപ്പ ബാധിത മേഖലയിലൊക്കെ തന്നെ അവിടെ പനി സർവേലൻസ് നടത്താനുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ രോഗബാധ ഉള്ള ആളുകളുടെ മാനസിക പിന്തുണ ഉറപ്പാക്കാൻ വേണ്ടിയുള്ള നടപടികളിലേക്ക് കടക്കണമെന്ന് ഉന്നതതല യോഗം നിർദ്ദേശിക്കുന്നുണ്ട്. പാലക്കാട് സമ്പർക്ക പട്ടികയിലുള്ളവരെ അവിടെ തന്നെ ഐസൊലേറ്റ് ചെയ്യണമെന്നുള്ളൊരു നിർദ്ദേശമാണ് ഈ യോഗത്തിൽ ഉയർന്നു വന്നിരിക്കുന്നത്. അങ്ങനെ അവിടെ തന്നെ ഐസൊലേറ്റ് ചെയ്യാനുള്ള ഒരു നടപടികളിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത്. ഏതായാലും നിപ്പ സ്ഥിരീകരിച്ച പാലക്കാട്ടെയും മലപ്പുറത്തെയും വ്യക്തികളുടെ റൂട്ട് മാപ്പ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ രീതിയിൽ ആർക്കൊക്കെയാണ് ഇനി ഒരുപക്ഷെ കൂടുതൽ സമ്പർക്ക പട്ടിക കൂടുതൽ വിപുലീകരിക്കാനുള്ള, അല്ലെങ്കിൽ കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്താനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. ഏതായാലും അവസാനമായി വന്ന ഫലങ്ങളുടെ നെഗറ്റീവ് ഫലങ്ങളാണ് പുറത്തു വന്നതുകൊണ്ട് തന്നെ വലിയൊരു ആശങ്കയിലേക്ക് കാര്യങ്ങൾ പോകില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ നിപ്പ നേരിടാൻ വേണ്ട എല്ലാവിധ സജ്ജീകരണങ്ങളും ആരോഗ്യവകുപ്പ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്. 108 ആംബുലൻസ്, ആ സംവിധാനങ്ങളൊക്കെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള രോഗബാധ അറിഞ്ഞാൽ അത് ഉടൻ തന്നെ അവരെ ഐസൊലേറ്റ് ചെയ്യാനും അവർക്ക് വേണ്ട ചികിത്സ ഉറപ്പാക്കാനും വേണ്ട എല്ലാ സംവിധാനങ്ങളും ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുള്ളത്. ആ രീതിയിൽ ഇപ്പോൾ നിപ്പ നേരിടുന്നതിന് വേണ്ടിയുള്ള ശക്തമായ നടപടിയിലേക്ക് തന്നെയാണ് ആരോഗ്യവകുപ്പ് കടക്കുന്നത്. ഇപ്പോൾ അവസാനമായി വന്ന ഫലം കൂടി നെഗറ്റീവ് ആകുന്നതോട് നിപ്പയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആശങ്ക അകലുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ സൈഫുദ്ദീൻ.